ഇന്ന് നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം. അതിനായി 3/4 കപ്പ് വെള്ളം ബസുമതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ ലാസ്റ്റ് ചേർക്കാനായി കാഷ്യൂ, റൈസൻ, 4 പച്ചമുളക്, ഒരു നാരങ്ങയുടെ പകുതി നീര്, മല്ലിയില, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫ്. പിന്നെ മെയിനായിട്ട് നമുക്ക് ജീരകമാണ് വേണ്ടത്, ചെറിയ ജീരകം, സാധാ ജീരകം. പിന്നെ ഉപ്പ്, വെള്ളം, ഗീ. ഞാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അടുപ്പ് തുറക്കാം. വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി നോക്കിയ ശേഷം നമുക്ക് ബാക്കി ചേർക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. അരിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. വീണ്ടും 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കും. റൈസൊക്കെ 3/4 വേവായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കാം. ഇരിക്കട്ടെ. വീണ്ടും നമുക്കൊരു കടായി എടുത്ത് സ്റ്റൗ ഉണ്ട്. കടായി ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് ഏകദേശം 1/4 ടീസ്പൂൺ ജീരകം മൂപ്പിക്കാം. 4 പച്ചമുളകും ചേർക്കാം. അത് ഇതിലൊന്ന് മൂപ്പിക്കാം. മൂത്ത ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർക്കാം, ഹാഫ് നീര്. നന്നായി മിക്സ് ചെയ്യാം. നാരങ്ങ നീരും ചേർത്ത് മല്ലിയിലയും കൂടെ ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഇതോടൊപ്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർക്കാം. കാഷ്യൂവും റൈസിനും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.